പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇന്നു മുതൽ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 മലയിലെ പ്രസംഗത്തിലെ 5, 6, 7 അതിൽ 6-ാം അധ്യായം അതിൻ്റെ സെൻട്രൽ ചാപ്റ്ററാണ്. 5-ാം അധ്യായത്തിൽ സുവിശേഷ സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഈശോ നൽകുന്ന പുതിയ നിയമത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം പഠിച്ചു. പഴയ നിയമത്തിൽ നിന്നും എത്രത്തോളം അത് വ്യതിരിക്തമാണെന്ന് പഠിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യതിരിക്തത. 6-ാം അധ്യായത്തിൽ ഈ പുതിയ സംവിധാനം, ഈ പുതിയ നിയമം, ഈ യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ ജീവിതത്തിൻ്റെ കാതൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. എന്നാൽ ഈ പ്രാർത്ഥന പഴയ നിയമത്തിലെ പ്രാർത്ഥന പോലെയല്ല. നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിങ്ങളോട് ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ ശബ്ദം കേൾക്കുക, ഞാൻ പറയുന്ന പോലെ ചെയ്യുക. അപ്പോൾ പ്രാർത്ഥന എന്ന മഹാവിസ്മയം യേശു ക്രിസ്തുവിലാണ് അനാവൃതമാകുന്നത്. ദൈവം മനുഷ്യനായി വന്നു. ആ ദൈവ മനുഷ്യനായ യേശു ദൈവം തന്നെ ആയിട്ടും യേശു രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നു, രാവിലെ എണീറ്റാൽ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥന എന്നത് ദൈവത്വത്തെ ഈ ലോകത്തിലേക്ക് പ്രസരിപ്പിക്കുന്നതിൻ്റെ വലിയ ഒരു രഹസ്യമാണ്. ഈ പ്രാർത്ഥന നമുക്ക് ജീവശ്വാസം പോലെയാണെന്നാണ് മാർപ്പാപ്പമാർ പറഞ്ഞിട്ടുള്ളത്. ജീവശ്വാസം. അപ്പോൾ ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5, 6 വാക്യമാണ്. 6-ാം അധ്യായം 5, 6 വാക്യം. അപ്പോൾ അതിനു മുമ്പ് ഉള്ള പാരഗ്രാഫിൽ ധർമ്മദാനങ്ങളെ കുറിച്ചെല്ലാം നമ്മളെ പഠിപ്പിച്ചു. 4-ാം അധ്യായത്തിൽ ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഇനി 6-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ കാതലായ ഭാഗം എന്താണ്? ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നു, ആ ദൈവത്തോട് സംസാരിക്കുവിൻ. അതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? ജെറമ്യാ 7:23 കേട്ടത് ഒരു കാര്യം, എൻ്റെ വാക്കനുസരിക്കുവിൻ, എൻ്റെ വാക്കനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അതാണ്, നിങ്ങൾ എന്നെ ശ്രവിക്കുവിൻ. ഓക്കെ, നമ്മൾ തുടർന്ന് വായിക്കുകയാണ്. എല്ലാവരും ഭക്തിപൂർവം കേൾക്കുക. മത്തായി 6-ാം അധ്യായം 5, 6 വചനം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിക്കണം ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗ്രത പൂർവമായിരിക്കുക. ഓക്കെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ 2 വാക്യങ്ങളിൽ ഒരു ഓവർലുക്ക്, ഇതിനെ നമ്മളൊന്ന് മുകളിലൂടെ ഒന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ്, പഴയ നിയമത്തിലെ പ്രാർത്ഥനാ സംവിധാനങ്ങളെല്ലാം ബാഹ്യമായ രീതികളായിരുന്നു, ബാഹ്യരീതികൾ. അതാണ് അവിടെ ആ ഉദ്ധരണി പെട്ടെന്ന് വന്നത്. നിങ്ങളെ ഈജിപ്തിൽ നിന്ന് നിന്റെ പിതാക്കന്മാരെ കൈപിടിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവരോട് ഇതൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന പോലെയൊന്നും ദഹന ബലികളോ ഒന്നും അർപ്പിക്കാൻ പറഞ്ഞു. അതെല്ലാം ബാഹ്യമാണ്. കാളേനെ കൊന്ന് എനിക്ക് ബലിയർപ്പിച്ചിട്ട് ഞാൻ അതിൽ സന്തോഷിക്കുന്നില്ല. എന്നിട്ടും അവർ അത് തന്നെ ചെയ്തു തരും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വിഡ്ഢിത്തരമായിരുന്നു. ആലോചിച്ച് നോക്കി, ഇത്രയും മനുഷ്യൻ വിഡ്ഢിത്തരം ചെയ്യോ? ദൈവത്തിന് ഈ കാളേനെ ബലിയർപ്പിച്ചിട്ട് വേണോ സന്തോഷിക്കാൻ? അതിനെക്കുറിച്ച് നമ്മുടെ ക്രിസോസ്റ്റം പിതാവ് പറയാറുള്ളത് ഇതാണ്, അവര് എബ്രായരായിരുന്നു. എബ്രായർ എന്ന് പറഞ്ഞാൽ യഹൂദർ. പക്ഷേ
അവര് യഹൂദര് ഹെബ്രായരായിരുന്നു എങ്കിലും അവർ ഈജിപ്തിലെ ആചാരങ്ങൾ പഠിച്ചു, വിജാതീയരുടെ ആചാരങ്ങൾ. എന്നിട്ട് അത് കൊണ്ടാണ് അവര് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അവർ ചെയ്തതെല്ലാം ഇവരും ചെയ്യാൻ തുടങ്ങി. അത് ഇവരുടെ യഹൂദ അല്ലെങ്കിൽ എബ്രായർക്ക് ദൈവം കൊടുത്തത് അല്ല. അപ്പൊ ഇതാണ് ഇൻഫ്ലുവൻസ്. അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്, ഇത് യേശുക്രിസ്തുവിന് എത്രായിരം വർഷങ്ങൾക്ക് മുമ്പാണത്. ഒരു ഉദ്ദേശം 1000 വർഷം ഉദ്ദേശിച്ചോ. എന്നാൽ യേശുക്രിസ്തുവിന് ശേഷം 2000 വർഷമായിട്ടും നമ്മളിപ്പോഴും ആചാരങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശുക്രിസ്തു ഈ ആചാരങ്ങളെല്ലാം വെട്ടിമുറിച്ചുകൊണ്ടാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു വിപ്ലവാത്മകമായ പ്രബോധനമായിരുന്നു. ഈശോ പറഞ്ഞ പ്രബോധനം, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ കപടനാട്യം. അപ്പൊ ഈ ഓവർവ്യൂ മേൽ നോക്കുമ്പോൾ ഈ 2 വചനത്തെ നോക്കുമ്പോൾ ആദ്യം പറയണത് എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. നമ്മൾ കപടനാട്യം എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചായിരുന്നു. പ്രച്ഛന്നവേഷം നാടകം അഭിനയിക്കുന്നവരാണ്. ആ യഥാർത്ഥ കഥാപാത്രമല്ല. യഥാർത്ഥ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പോലെ അഭിനയിക്കുന്നു, അതാണ് നാട്യം. അപ്പൊ അങ്ങനത്തെ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അതായത് അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് എടുക്കേണ്ടത് ബാഹ്യമായ ഒരു പ്രകടനമാണ്. അവിടെ ദൈവത്തിന്റെ ഹൃദയത്തെയോ ദൈവത്തിന്റെ ഹിതത്തെയോ അവർ നോക്കുന്നുമില്ല, സ്പർശിക്കുന്നുമില്ല. ബാഹ്യമായ ഒരു പ്രകടനം. അപ്പോൾ ഇതായിരുന്നു പഴയ നിയമത്തിന്റെ ഒരു വീക്ക്നെസ്. അതുകൊണ്ടാണ് ആ വചനം ജെറമിയ 7:23, 24, 25 എഴുതിയേക്കണം. ഒന്നും കൂടി, അല്ലെ 24. അവർ ഞാൻ പറഞ്ഞത് ശ്രവിക്കുക പോലും ചെയ്തില്ല, അതുകൊണ്ട് അവരുടെ നടപ്പ് പുറകോട്ടായിരുന്നു, മുന്നോട്ടല്ലായിരുന്നു. ഇത് റിപ്പീറ്റഡ് ആണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാ നമ്മൾ ഇത്രയും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇത്രയും അൽമായരും ഉണ്ട് എങ്കിലും നമ്മൾ പുറകോട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കരുത്. നമ്മൾ മുന്നോട്ടല്ല പോണേ. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. അതായത് ദൈവത്തിന്റെ സ്വരം കേട്ടാലല്ലേ അത് അനുസരിക്കുക. ഞാൻ അവരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ ശ്രവിക്കുക. ഞാൻ അവരോട് ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എന്റെ വാക്ക് ശ്രവിക്കുക, അതനുസരിക്കുക. അവരാകട്ടെ അനുസരിക്കുകയോ അത് കേൾക്കുക പോലും ചെയ്തില്ല. ഇത് വളരെ സെൻസിറ്റീവാണ്. അത് കേൾക്കുക പോലും ചെയ്തില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരു സിസ്റ്റർ പറയാണ്, അവരുടെ ഒരു സുപ്പീരിയർ സിസ്റ്റർ വളരെ നല്ല സിസ്റ്റർ ആയിരുന്നു, വളരെ ഭക്തി, വളരെ പ്രാർത്ഥന, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോ മഠം വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ അവർ പറയണത്, എനിക്ക് വീട്ടില് അമ്മേനെ നോക്കാൻ ആളില്ല. എൻ്റെ സഹോദരൻ അവനും അവൻ്റെ ഭാര്യയൊന്നും അമ്മേനെ നോക്കൊന്നുമില്ല, ഞാൻ ചെന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ ആ നിത്യവ്രതമെല്ലാം എടുത്ത് അവർ 10-25 വർഷം സബാറ്റിക്കൽ എല്ലാം കഴിഞ്ഞ ആ സിസ്റ്റർ ആ മഠം വിട്ടുപോയി അമ്മേനെ നോക്കി അവിടെ അമ്മയുടെ കൂടെ ജീവിക്കണം. അവിടുത്തെ പറമ്പിൽ ചക്കയും മാങ്ങയും സൗകര്യ സംവിധാനങ്ങളുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. വികാരി അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ നഴ്സറിയിൽ പഠിപ്പിച്ചു, അപ്പം ഇച്ചിരി കാശും തരാം. അങ്ങനെ ഞാൻ സുഖമായിട്ട് അവിടെ ജീവിക്കണം. സന്തോഷമായി. എന്ത് സംഭവിച്ചു പറയും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞ സിസ്റ്ററും മറ്റുള്ളവരൊക്കെ അങ്ങനെ അവർ വളരെ സമാധാനത്തിലാണെന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒറ്റക്കാര്യം, ഏത് വചനത്തിലാണത്? ഇത് ശരിയാണെന്ന് പറയണ ഒരു വചനം പറയാമോ? സുവിശേഷത്തിൽ ഈശോ പറഞ്ഞൊരു വചനം. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച് 10-30 വർഷമായ ഒരാള് അത് വിട്ടുകൊണ്ട് വീട്ടിലെ അമ്മേനെ നോക്കാൻ വന്നിരിക്കുന്ന ഈ അവസ്ഥ, അങ്ങനെ ചെയ്തോളാൻ പറയണ ഒരു വചനം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപിടിച്ച് പറയാമോ?
നിങ്ങളുടെ ആർക്കെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു വചനം വരുന്നുണ്ടോ? അതിന് സപ്പോർട്ട് ചെയ്യണ ഒരു വചനം. അപ്പോഴാണ് എന്നോട് പറഞ്ഞ സിസ്റ്ററിനും ശരിയാണല്ലോ, അങ്ങനെ ഒരു വചനമില്ല. മറിച്ച് ഈശോ പറയണത്, ഒരാൾ അപ്പനെ ശവം അടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മരിച്ചവരെ അടക്കട്ടെ, നിങ്ങൾ വന്ന് നിങ്ങൾ ദൈവരാജ്യം പ്രഘോഷിക്കുക കേട്ടോ. അപ്പൻ മരിച്ചിട്ട് ശവം അടക്കാൻ പോണതിനേക്കാളും വളരെ അത്യാവശ്യമാണ് ദൈവരാജ്യത്തിന് പോകേണ്ടത്. അപ്പൊ ദൈവത്തെ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈശോയെ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അവന്റെ പോക്ക് പുറകോട്ടായിരുന്നു. ഇന്ന് സഭയ്ക്ക് വീര്യമില്ല, സഭയ്ക്ക് ശക്തിയില്ല. പലരും സഭയെ കുറ്റം പറയുന്നുണ്ട്, കുറെ പേര് പാഷാണ്ഡതയും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. കാരണം എന്താ? സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വിളിച്ചിട്ടുള്ളവര് പട്ടാളക്കാരെ പോലെ ആയിരിക്കണമെന്ന് പൗലോസ് പറയുന്നില്ലേ? പട്ടാളത്തിൽ ചേർന്ന ആളെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയാൻ പറ്റുമോ? പട്ടാളത്തിൽ ചേർന്നവന് രോഗം കിട്ടുകയാണെങ്കിൽ അവൻ വീട്ടിൽ പോയിട്ടാണോ ചികിത്സിക്കുന്നത്? ചിലര് ഇങ്ങനെ വന്നിട്ട് അസുഖമായിട്ട് നാട്ടിൽ പോയി ചികിത്സിക്കാമെന്നും പറഞ്ഞുകൊണ്ട് മിഷനിൽ നിന്ന് പോരുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നതിന്റെ കാരണം മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കാഞ്ഞിട്ടും ഈശോ കേന്ദ്രീകൃതമല്ലാത്ത ആചാര അനുഷ്ഠാനങ്ങളിൽ കേന്ദ്രീകൃതമായ ഒരവസ്ഥ കൊണ്ടാണ്. അപ്പോ നമ്മുടെ പോക്ക് പുറകോട്ടായി പോയി. മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ മാത്രം നോക്കുക, ക്രിസ്തുവിൻ്റെമായിട്ട് ഒന്നാകുക. അപ്പോൾ നമ്മൾ എപ്പോഴും മുന്നോട്ട് തന്നെ ആയിരിക്കും. 2 തിമോത്തി 2:4. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റുള്ളതിനേക്കാൾ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നമ്മളിവിടെ മറ്റു കാര്യങ്ങളിലെല്ലാം തലയിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാണ്. സൈന്യത്തിൽ ചേർന്നെന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സൈന്യത്തിലാണ് നമ്മളെങ്കിൽ ക്രിസ്തുവാകുന്ന സൈന്യാധിപൻ പറയണത് നമ്മൾ കേൾക്കണോ വേണ്ടയോ? അപ്പോ കർത്താവിന്റെ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല അത്. എപ്പോ വേണമെങ്കിലും കാല് മാറണമായിരുന്ന അവസ്ഥയല്ല അത്. അപ്പം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നവർക്ക് അതല്ല ക്രിസ്തീയത. അതാണ് 5ഉം 6ഉം വചനത്തിന്റെ ഓവർവ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഒരു ഓവർവ്യൂ, അതിനെ പൊതുവായിട്ട് നോക്കുമ്പോൾ എന്താണ് 5ഉം 6ഉം വചനത്തിന്റെ വ്യക്തി? 5ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ബാഹ്യമായ രീതികളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനാ സംവിധാനം അതല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം തന്നെ പറയുകയാണ്. അത് പഴയ രീതിയാണ്, ഫരിസേയർ നിയമജ്ഞരുടെയും രീതിയാണ്. അതുകൊണ്ട് ആ പഴയ നിയമത്തിൽ അവർ ചെയ്തതല്ല നമ്മൾ ചെയ്യേണ്ടത്. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഫരിസേയരും നിയമജ്ഞരും അങ്ങനത്തെ ചില രീതികളിലാണ് കുടുങ്ങിക്കിടന്നത്, അനുഷ്ഠാനങ്ങളിലാണ്. നമ്മൾ അങ്ങനെ അനുഷ്ഠാന ക്രിസ്ത്യാനികളാകരുത്. മറിച്ച് ക്രിസ്തു ഈശോ പറയുകയാണ്, കൃത്യമായിട്ട് പറയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ, വളരെ പേഴ്സണലായിട്ടാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറയുന്നത് ഇത് എൻ്റെ ജീവിതമാണിത്. ഇത് 30 വർഷമായിട്ട് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിന്റെ മുറിയിൽ കടന്ന്, അത് നമ്മുടെ ഹൃദയമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച്. ഇത് ഇനി നമുക്ക് കുറെ ദിവസം പഠിക്കാനുള്ള കാര്യമാണിത്. ഇത് എളുപ്പം തീരുമെന്ന് വിചാരിക്കണ്ട. എന്താ കതകടച്ച്? ഇപ്പൊ നമ്മൾ പിതാക്കന്മാർ പറയണമെന്ന് നോക്കിയിട്ടില്ല. കതകടച്ച് രഹസ്യമായി. ഒരു കുഞ്ഞു വാക്കിന്റെ അർത്ഥം നോക്കൂ. നിന്റെ മുറി, നീ പ്രാർത്ഥിക്കുന്നു, നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട്. ഉണ്ടോ? ആരാണ് ഈ പിതാവ്? ഈ പിതാവ് യേശുക്രിസ്തുവിന്റെ പിതാവ്, ഈ പ്രപഞ്ചം മുഴുവന്റെയും സൃഷ്ടാവും. ആ പിതാവ് എവിടെയാണ് കാണുന്നത്? ആ പിതാവിനെ കാണാൻ സിനഗോഗിലോ പൊതുവേദിയിലോ പുറത്തൊന്നുമല്ല, നിന്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ആ പിതാവിനോട് പ്രാർത്ഥിക്കുക. സകല രഹസ്യങ്ങളും ആ പിതാവിന് അറിയാം. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക്, ഇവിടെ എഴുതിയിരിക്കുന്നത് പരസ്യമായി പ്രതിഫലം നൽകുന്നതാണ്. നിനക്ക് പരസ്യമായി പ്രതിഫലം നൽകും. അതാണ് ഇവരുടെ ടെസ്റ്റിലുള്ളത്. കഠിനവരുടെ ടെസ്റ്റിൽ. നമ്മുടെ ടെസ്റ്റിൽ പരസ്യം ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പിതാക്കന്മാർ പറയുന്നതിലേക്ക് പോകാം. അപ്പം പ്രധാനമായിട്ട് ഈ 2 വ്യത്യാസം മനസ്സിലാക്കണം. ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ അല്ല. ക്രിസോസ്തം സോളമൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിന്റെ ആത്മാവിനെ തയ്യാറാക്കുക. ധർമ്മദാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നവർ ഇങ്ങനെ ചെയ്യുന്നു.
എന്തെന്നാൽ സത്പ്രവൃത്തികൾ ഹൃദയത്തിൻ്റെ വിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയാൽ ആത്മാവിന് ആത്മധൈര്യം നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ധർമ്മദാനങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് കർത്താവ് ധർമ്മദാനങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനയെ പറ്റി നമ്മെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അതായത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഒരു പ്രിപ്പറേഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോളമൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിന്റെ ആത്മാവിനെ തയ്യാറാക്കുക. അപ്പോൾ അതാണ് ഒരു പ്രിപ്പറേഷൻ. ധർമ്മദാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നവർ ഇങ്ങനെ ചെയ്യുന്നു. എന്തെന്നാൽ സത്പ്രവൃത്തികൾ ഹൃദയത്തിന്റെ വിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്നു. അതാണ് ഇപ്പൊ നമ്മൾ സത്പ്രവൃത്തികൾ ചെയ്യുന്നത്. ഈശോ പറയണം, അത് കപടനാട്യക്കാരെ പോലെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല. സത്പ്രവൃത്തികൾ ചെയ്തോ എന്തുദ്ദേശത്തിൽ ചെയ്യണം? ഹൃദയത്തിന്റെ വിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്നു. അതാണ് വിശ്വാസം ഉദ്ദീപിപ്പിക്കണം. ഹൃദയത്തിന്റെ വിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയാണ്, സത്പ്രവൃത്തികൾ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോ എന്നല്ല, നമ്മളെ സംബന്ധിച്ച് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മൾ വേണ്ടത്. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പലർക്കും ചില ഒരു ഇതാണ്, ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അതൊരവസ്ഥയാണ്. ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, നമ്മുടെ ഹൃദയം നമ്മുടെ മാനുഷികമായ സമ്പത്തുകളിലോ വസ്തുവകളിലോ ആശ്രയിച്ചിരിക്കുന്ന ആൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്നും ഒരു ഉദ്ദീപിപ്പിക്കൽ കിട്ടുന്നതിന് ഒരു കാര്യമാണ്. ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഒരു സഹായം ചോദിച്ചു വന്നു, സാറേ എനിക്ക് വീട്ടിൽ കഞ്ഞി കുടിക്കാൻ കാശില്ല, ഒരു സഹായം തരാമോ? അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല. ജോലിയില്ലേ, നല്ല ആരോഗ്യമുള്ളവർ, നിനക്ക് പണിയെടുത്താൽ എന്താ, പോയി പണിയെടുക്കടാ എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവനെ പറഞ്ഞു വിടാം. നീ പണിയെടുത്ത് കാശുണ്ടാക്ക്, നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, നീ എന്തിനാ ഇങ്ങനെ നടക്കണേ? അപ്പോ അവിടെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ മറ്റൊന്നാണ്. മറിച്ച് അവന് ഇപ്പോ കഞ്ഞി കുടിക്കാൻ കാശില്ല, അവന്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്, പണിയൊന്നും കിട്ടുന്നില്ല, അതൊന്നും നമ്മൾ നോക്കണ്ട. അവന് ചോദിക്കുന്നവന് കൊടുക്കുക. അപ്പോൾ അവന് നമുക്കുള്ളതിൽ നിന്ന്, അതാണ് ക്രിസോസ്റ്റം പിതാവ് തന്നെ പറയുന്നുണ്ട്, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. അപ്പൊ അവന് നമ്മൾക്ക് ശരി എന്നാ ഇത് നീ കൊണ്ടുപോയിക്കോ മോനെ, നീ പോയി മേടിച്ച് വീട്ടില് ഭക്ഷണമൊക്കെ കഴിക്കേ, സമാധാനമായിട്ടിരിക്കുക. ഇപ്പോ അറ്റ്മോസ്ഫിയർ മാറി, ഉണ്ടോ? ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അവന് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുമ്പോൾ ഉണ്ടാവുന്നത് നമ്മുടെ പൈസയോടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനോടുള്ള ആ ഒരു ആസക്തി വിടും. ആ ആസക്തി നമ്മൾ വിടും. അപ്പോൾ കുറച്ച് പൈസ ആയിരിക്കും കൊടുത്തത്, പക്ഷെ കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? ആസക്തി ഉള്ളത് കൊണ്ടാണ്. അത് കൊടുക്കുമ്പോൾ ആ ആസക്തി വിടും. ആ ആസക്തി വിടുമ്പോൾ നമ്മുടെ വിശ്വാസം ജ്വലിക്കും, നമ്മൾ ദൈവത്തിലാവും. അപ്പോൾ ഇത് പ്രാർത്ഥനയ്ക്ക് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ. മറ്റൊരു കാര്യം, ഈ വിശ്വാസത്തിൻ്റെ തന്നെ വേറൊരു തലമാണ്. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയും, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കാൻ പറയും. അപ്പൊ അതിന്റെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് ഇതാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഈശോ തന്നെ പറഞ്ഞ വാക്കുകളാണ്. അപ്പോ അത് വായിക്കുമ്പോൾ ഈശോ തന്നെ പറഞ്ഞ വാക്കുകളും വിശ്വാസത്തെക്കുറിച്ചുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസം ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. അപ്പോൾ സത്പ്രവൃത്തികൾ ഒരുപാട് തരത്തിലുള്ള സത്പ്രവൃത്തികളുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുന്നുള്ളൂ. സത്പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉദ്ദീപിപ്പിക്കുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയാൽ ആത്മാവിന് ആത്മധൈര്യം നൽകുകയും ചെയ്യുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയാൽ എന്ത് കിട്ടുന്നു? പ്രാർത്ഥിക്കുമ്പോൾ എന്ത് കിട്ടണം? ആത്മാവിന് ആത്മധൈര്യം കിട്ടണം. ഈ ആത്മാവിന്റെ ധൈര്യമില്ലാത്തത് കൊണ്ട്, ഇപ്പോൾ ചിലർ ചോദിച്ചു, ലോകം മുഴുവനും, നമ്മൾ ആ പേര് പറയണ്ട, വേറെ ആൾക്കാർ കൈയടക്കാൻ പോവുകയാണ്, ക്രിസ്ത്യാനികൾ മൈനോറിറ്റി ആകും, അപ്പൊ എന്ത് ചെയ്യും ബ്രദറെ എന്താ പറയണേ? മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, എടാ മോനെ, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തു പറയണതാണ് നോക്കണത്, ലോകം മുഴുവനും പറയണതല്ല നോക്കേണ്ടത്. ക്രിസ്തു എന്താ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതിന് വിശ്വസിക്കാനാ. ഇത് വിശ്വസിക്കാത്ത എന്താ?
എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഇവിടെ ഇത്ര ജനസംഖ്യ ആവണം, അത് കഴിയുമ്പോൾ ഇത്ര ജനസംഖ്യ ആവും, അവരിങ്ങനെ പോകുകയാണെങ്കിൽ ഇത്ര ജനസംഖ്യ ആവും, അപ്പം എന്ത് സംഭവിക്കും? അയ്യോ, ഇതാണോ ക്രിസ്ത്യാനി പഠിക്കേണ്ടത്? ഇതാണോ ആത്മധൈര്യം? എന്തുകൊണ്ടാ? ക്രിസ്തു പറയണത് കേൾക്കുന്നില്ല. ഒറ്റ വചനം മതി, ഒറ്റ വചനം. എന്താണ് ഇപ്പൊ നമ്മൾ കേട്ട വചനം? സ്വർഗത്തിലും ഭൂമിയുള്ള സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറയത്. ഇതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ? ഒന്ന് ആത്മശോധന ചെയ്തേ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടെന്ന്. അതൊന്നുകൂടി ഒന്ന് മുറുക്കി പിടിച്ചേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഉള്ള കർത്താവ് ഈശോ മിശിഹായിലാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആത്മധൈര്യത്തിന് വേറെ വല്ലതും വേണോ? ഇനി ലോകത്തിലുള്ള ഏത് പ്രസിഡന്റ്, ഏത് പ്രൈം മിനിസ്റ്റർ, ഏത് രാഷ്ട്രീയക്കാർ, ഏത് മതങ്ങൾ പറയണതാണോ അതോ ക്രിസ്തു പറയണതാണോ? ഇവിടെയാണ് നമ്മൾ മുന്നോട്ട് പോകാന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നോട്ട് പോകുന്നത് നമ്മുടെ ആത്മധൈര്യമില്ലായ്മ കൊണ്ടും ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്തത് കൊണ്ടും ക്രിസ്തുവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത് കൊണ്ടുമാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഒറ്റയാളെ മാത്രമാണ് നോക്കേണ്ടത്, ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു സകല അധികാരവുമുള്ള രാജാതിരാജനും ഒരേ ഒരു ദൈവവുമാണ്. ആകാശത്തിന് കീഴേ മറ്റൊരു നാമവും വേണ്ട. എവിടെ നമ്മുടെ വിശ്വാസം? എവിടെ നമ്മുടെ ആത്മധൈര്യം? ഈ അവരുണ്ടാക്കും ഇവർ പറയണത് കേട്ടുകൊണ്ടിരിക്കുന്നതാണോ നമ്മുടെ ആത്മധൈര്യം? അവരങ്ങനെ പറയണം, ഇവരിങ്ങനെ പറയണം, അത് അങ്ങനെയാവും, ഇവരിങ്ങനെയാവും, അവിടെ ജനസംഖ്യ ഇങ്ങനെയാവും, എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ നിർവീര്യമാക്കുന്ന ചിന്ത ക്രിസ്തു പറഞ്ഞത് കേൾക്കാതെ യേശു ക്രിസ്തുവിന്റെ വാക്ക് യേശു ക്രിസ്തു തന്നെയാണ്. അതാണ് ക്രിസ്തു കേന്ദ്രീകൃതത്വം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന മാറണം. നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവ് അത് വിടുവോ? കർത്താവ് തൻ്റെ ജീവരക്തം കൊടുത്ത് നേടിയത് വെറും ക്രിസ്ത്യാനികളെ നേടാൻ വേണ്ടിയല്ല, ലോകം മുഴുവനും വേണ്ടിയാണ് ക്രിസ്തു ജീവൻ അർപ്പിച്ചത്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, ലോകം മുഴുവനും വേണ്ടി. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ കർത്താവ് ഈശോ മിശിഹായുടെ വാക്കുകളും ആ ഈശോ നമുക്ക് തന്ന വചനവും ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയും. പലരും ആൾട്ടർനേറ്റ് പ്രയറിലേക്ക് പോകുന്നു, വേറെ പ്രാർത്ഥനകളിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാ? ഈ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന അനുഭവിക്കാത്തത് കൊണ്ടല്ലേ. നമ്മളവരെ കുറ്റം പറയല്ല, നമ്മളൊരു കാര്യം പറയാണ്. നമ്മളെ നയിക്കേണ്ട വൈദികരും സിസ്റ്റേഴ്സും മറ്റ് പ്രാർത്ഥനാ രീതികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞ പ്രാർത്ഥന, യേശു പഠിപ്പിച്ച പ്രാർത്ഥന, ഞാൻ കുഞ്ഞുനാൾ മുതലേ പഠിച്ചിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, വളരെ പ്രധാന കാര്യമാണ് നമ്മൾ ഡീൽ ചെയ്യണത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളെ ബാഹ്യ ലോകം മുഴുവനും ഏതാണ്ട് നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് എല്ലാം പോയി, എല്ലാം പോണു, എല്ലാം പിടിച്ചെടുക്കണു, എല്ലാം സംഭവിക്കണു എന്നെല്ലാം പറഞ്ഞ് പേടിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. കർത്താവ് ഈശോ മിശിഹാ ഈ ലോകത്തെ മുഴുവനും നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, എന്നാൽ എന്നിൽ സമാധാനം കണ്ടെത്തുവിൻ. യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ആ ഞെരുക്കമുണ്ടായി അയച്ചുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? എങ്കിലും ധൈര്യമായിരിക്കുവിൻ. കണ്ടോ, ആത്മധൈര്യം വിടണ്ട. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ആരാണ് നമ്മുടെ ഈ കർത്താവ്? പറയാണ്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇതെല്ലാം പറയാനുള്ള ഒറ്റ കാര്യം എന്താണ്? ദൈവത്തോടുള്ള പ്രാർത്ഥനയാൽ ആത്മാവിന് ആത്മധൈര്യം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ദാനധർമ്മങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് കർത്താവ് ധർമ്മദാനങ്ങളെപ്പറ്റി പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനയെപ്പറ്റി നമ്മെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടേണ്ട പ്രധാന കാര്യം, ഒന്ന്, ബാഹ്യമായ ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പ്രാർത്ഥനയല്ല. ഈ പഴയ നിയമത്തിലെ പ്രാർത്ഥനകളല്ല ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന, മറിച്ച് ഹൃദയത്തിലുള്ള പ്രാർത്ഥനയാണ്. അത് പഴയ നിയമത്തിലില്ല. ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങുന്ന പ്രാർത്ഥനയല്ല, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് പ്രാർത്ഥനയുടെ പ്രധാന കാര്യം. അപ്പൊ ഹൃദയത്തിന്റെ വിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്നതാണ് ആദ്യം.
അതിന് ദാനധർമ്മങ്ങൾ സഹായകമാകും. അതിനുശേഷം ദൈവത്തോടുള്ള പ്രാർത്ഥനയാൽ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ആത്മാവിനെ ആത്മധൈര്യം നൽകാൻ. ആദ്യം ഉണ്ടാകേണ്ടത് ആത്മാവിന് ആത്മധൈര്യമാണ്. അല്ലാതെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്ന കന്യാസ്ത്രീയും സിസ്റ്ററും അച്ഛനും കുറെ കഴിയുമ്പോൾ ഇല്ല, ഞാൻ വീട്ടിൽ പോകാണ്, എൻ്റെ അമ്മേനെ നോക്കാൻ അവിടെ ആളില്ല എന്ന് പറയുന്ന ഒരു ആത്മധൈര്യം അല്ല ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടത്. അവിടെ കർത്താവിൽ തന്നെ ആശ്രയിക്കണം. കർത്താവ് അതിന് വഴിയൊരുക്കും. അപ്പോൾ സിസ്റ്റർ പറയാണ്, എൻ്റെ സഹോദരനും ഭാര്യനും എൻ്റെ അമ്മേനെ നോക്കണില്ല, അതുകൊണ്ട് ഞാൻ പോകാണെന്ന്. അപ്പോൾ കണ്ടോ എന്താ നമ്മുടെ വിശ്വാസം? എവിടെ പോയി വിശ്വാസം? എവിടെ പോയി ആത്മധൈര്യം? പട്ടാളത്തിൽ പോയ ആൾ ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരാൻ പറ്റുമോ? കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ പട്ടാളക്കാരനായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. അതാണ് ഈശോ കൊണ്ടുവന്നൊരു കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പനെ ശവോടെ കാണുന്നു പറഞ്ഞപ്പോൾ ഇല്ല, നീ അതിനു വേണ്ടിയല്ല പോകേണ്ടത്, നീ എൻ്റെ കൂടെ വാ, ദൈവരാജ്യം അതിനേക്കാൾ അർജന്റാണ്. വരുവിൻ. നമുക്ക് ആത്മധൈര്യം കിട്ടണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ വ്യത്യാസമുണ്ടാകണം. നമ്മൾ ക്രിസ്തുവിൻ്റെ ചങ്കാണ്, ക്രിസ്തുവിൻ്റെ ചങ്കാണ് നമ്മൾ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ, ക്രിസ്തു കേന്ദ്രീകൃതം. ക്രിസ്തു നമുക്ക് ആത്മധൈര്യം തരും. നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.